MG യൂണിവേഴ്സിറ്റി ബികോം CBCSS 2016 ഒക്ടോബറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ. അത് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സോൾവ് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് മാർക്ക് സിസ്റ്റത്തിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 80 മാർക്കിലാണ്. ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെയാണ്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? എന്താണ് പിന്നീടത്തേക്ക് മാറ്റിവയ്ക്കപ്പെട്ട റവന്യൂ എക്സ്പെൻഡിച്ചർ? ആ റവന്യൂ ചെലവുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ഇൻവെന്ററി വാല്യുവേഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് എന്താണെന്ന് വിശദമാക്കുക. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്? സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്നും പറയും സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അവിടെ നമ്മൾ തയ്യാറാക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ, ക്ലോസിംഗ് ക്യാപിറ്റൽ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അതെന്താണെന്ന്. അതുപോലെ വാട്ട് ഈസ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ്? ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ഇടപാടിൽ ബ്രാഞ്ചിൽ അന്നു വരുന്ന പൈസ ഹെഡ് ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ അയക്കുന്നതിനിടയിൽ ഇവിടുന്ന് അയക്കുകയും ചെയ്തു, എന്നാൽ അവിടോട്ട് കിട്ടിയുമില്ല. അങ്ങനെ ഉള്ള ആ സഞ്ചാരത്തിലാണ് പൈസ. ഫിസിക്കലി ആ ട്രാൻസിറ്റ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒന്നിനെയാണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ള ചോദ്യം. ഷോർട്ട് വർക്കിംഗ്, ഇത് റോയൽറ്റിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് എന്താണ്? അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് എന്താണ്? നോർമൽ ലോസ് അല്ലാത്തതാണ് അബ്നോർമൽ ലോസ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ്, അയഥാർത്ഥ ആസ്തികൾ അല്ലേ, റിയൽ അസറ്റ്സ് അല്ല, എന്നാൽ അസറ്റായിട്ട് കണക്കാക്കുകയും ചെയ്യും. പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ അങ്ങനത്തെ ആണല്ലോ. ഇനി ഡിഫൈൻ റോയൽറ്റി. റോയൽറ്റി എന്താണ്? ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ എത്ര പ്രൊഡക്ഷൻ നടക്കുന്നു അതിൻ്റെ അളവനുസരിച്ച് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് അതിൻ്റെ ഓണർക്ക് കൊടുത്തോളാമെന്ന് പറഞ്ഞൊരു കരാറുകാരൻ ആ സംഭവം ഏറ്റെടുക്കുന്നതിനെയാണ് എന്ത് പറഞ്ഞത് റോയൽറ്റി ഉടമ്പടി എന്ന് പറയുന്നത്. അതിൻ്റെ ആ കൊടുത്തോളാമെന്ന് പറയുന്ന എമൗണ്ട് എത്രയാണോ അത് റോയൽറ്റി എന്ന് പറയുന്നത്. എന്താണ് ഓവർ റൈഡിങ് കമ്മീഷൻ? അതുപോലെ കൺസൈൻമെന്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് എന്താണ്? സ്വതന്ത്ര ബ്രാഞ്ച് എന്താണ്? ഓരോന്ന് നോക്കാം. ഒന്ന്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു എക്സ്പെൻസസ് ദാറ്റ് ആർ റവന്യൂ നേച്ചർ. ആവർത്തന സ്വഭാവമുള്ള ചെലവുകളാണ്. റവന്യൂ നേച്ചറുള്ള എക്സ്പെൻസസ് ആണ്. ഇപ്പോൾ റെന്റ് കൊടുക്കുക എന്ന് പറയുന്ന ആവർത്തന സ്വഭാവമാണ്. ഈ മാസം കൊടുത്താൽ അടുത്ത മാസം കൊടുക്കണം. ഇലക്ട്രിസിറ്റി ചാർജസ് അല്ലെങ്കിൽ വാട്ടർ ചാർജസ്, ഇതൊക്കെ അല്ലെങ്കിൽ സാലറി, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റേറ്റീവ് നേച്ചർ ഉള്ള എക്സ്പെൻസസ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഡെഫേർഡ് ഭാവിയിലത്തേക്ക് ഒരു സമയത്തേക്ക് എന്നാണ് ഈ ഡെഫേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. ബട്ട് ആർ സ്പ്രെഡ് ഓവർ മൾട്ടിപ്പിൾ അക്കൗണ്ടിങ് പീരീഡ്സ്. ഉദാഹരണത്തിന് നമുക്ക് പറയാവുന്നത് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസുകൾ നമ്മൾ മുടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കും. പക്ഷെ അതിന്റെ പ്രയോജനം, അതിൽ നിന്നുണ്ടാവുന്ന വരുമാനം നമുക്ക് ഈ കൊല്ലം തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് അത് ഈ ഒരു കൊല്ലത്തെ മാത്രം ചെലവായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അത് പല വർഷങ്ങളിലേക്ക് അത് വിഭജിച്ച് മുറിച്ചു മാറ്റിയിട്ട് ഓരോ ഭാഗം ഓരോ വർഷത്തെ ചെലവായിട്ട് എടുക്കുന്ന രീതിയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദീസ് എക്സ്പെൻസസ് ആർ ഇനീഷ്യലി റെക്കോർഡഡ് ആസ് അസറ്റ്സ്. അതുകൊണ്ട് തുടക്കത്തിലെ ഈ ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ഒക്കെ മുടക്കുമ്പോൾ അത് നമ്മുടെ കമ്പനിയുടെ ഒരു ആസ്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഒരു എക്സ്പെൻസ് എങ്ങനെയാണ് അസറ്റ് ആവണം? എക്സ്പെൻസ് അസറ്റ് ആയി കാണുന്നത് കാരണം അതുകൊണ്ട് ഭാവിയിലേക്ക് കമ്പനി നിലനിൽക്കുന്നിടത്തോളം കാലത്തോളം ദീർഘകാലത്തേക്ക് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഹെവി എക്സ്പെൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് ഗ്രാജുവലി റിട്ടേൺ ഓഫ്. എന്നിട്ട് ഓരോ വർഷം ക്രമേണ അതിന് ഒരു ചെറിയ പാർട്ട് ഓരോ വർഷത്തിൻ്റെയും ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ഓരോ വർഷം പുതിയതായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളയും. ആ എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് എഴുതി തള്ളും. അതാണ് പറയുന്നത് ഓവർ ദ പീരിയഡ്സ് ദ ബെനിഫിറ്റ്. ഓരോ പീരീഡ് ആ ഒരു ബെനിഫിറ്റ് അതിൻ്റെ പ്രയോജനം കിട്ടുന്ന പീരീഡുകളിലായിട്ട് ഗഡുക്കളായിട്ട് അത് ആ അസറ്റിൻ്റെ ഓരോ പാർട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത്തരത്തിലുള്ള എക്സ്പെൻസിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്: ഹെവി അഡ്വർടൈസിങ് ക്യാമ്പയിനുകൾക്ക് വേണ്ടി പണം മുടക്കുന്നത്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റിക്ക് വേണ്ടി പണം മുടക്കുന്നത്, സ്റ്റാർട്ടപ്പ് എക്സ്പെൻസുകൾ, ഇതൊക്കെ അങ്ങനെയാണ്. ഹെവി അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് എന്തൊക്കെയാണ്? എ കമ്പനി മൈറ്റ് സ്പെൻഡ് എ ലാർജ് സം ഓൺ മൾട്ടി ഇയർ അഡ്വർടൈസിങ് ക്യാമ്പയിൻ. ഈ ഒരു കൊല്ലത്തേക്കുള്ള ബെനിഫിറ്റ് അല്ല, വരുന്ന ഒരു 5 കൊല്ലത്തേക്ക് കമ്പനിക്ക് ഗുണം കിട്ടുന്ന രീതിയിലുള്ള അത്രയും ഹെവി ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്, പ്രോജക്റ്റാണ് അഡ്വർടൈസ്മെന്റ് മുടക്കുന്നതെങ്കിൽ അത് മൾട്ടി ഇയർ അഡ്വർടൈസിങ് ക്യാമ്പയിനാണ്. ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ്, ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി. ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ക്യാമ്പയിൻ, എന്താണ് ഈ ക്യാമ്പയിൻ നടത്തുന്നതിന്റെ ഗുണം? സച്ച് ആസ് ഇൻക്രീസ്ഡ് ബ്രാൻഡ് അവയർനെസ്. നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിനെ കുറിച്ച് എല്ലാവർക്കും ഇൻക്രീസ്ഡ് ആയ ഒരു അവയർനെസ് ഉണ്ടാവും. ആൻഡ് സെയിൽസ് ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്റ്റെൻഡ് ഓവർ സെവറൽ അക്കൗണ്ടിംഗ് പീരീഡ്സ്. അതുപോലെ തന്നെ അതിനനുസരിച്ച് സെയിൽസ് ഉണ്ടാവും. അത് ഈ ഒരു വർഷം മാത്രമല്ല, ഈ കൊല്ലം മുടക്കിയ പണം, പരസ്യ ചെലവിന്റെ പണം മുടക്കിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് വരുന്ന വർഷവും പിന്നത്തെ വർഷവും ഒക്കെ ആളുകളുടെ മനസ്സിൽ അത് മങ്ങാതെ നിൽക്കും. തീർച്ചയായിട്ടും ആ പേരിൽ ആ ബ്രാൻഡ്
അവയർനെസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ നമുക്ക് കൂടുതൽ കച്ചവടം തുടർന്നുകൊണ്ട് ഒരു 5 കൊല്ലത്തേക്ക് കിട്ടിക്കോളും. അപ്പോൾ ആ രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന പണം അങ്ങനെ തന്നെയാണ് പലപ്പോഴും. അതായത് ഇൻവെസ്റ്റിംഗ് ഇൻ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടു ഡെവലപ്പ് ന്യൂ പ്രോഡക്ട്സ് ഓർ ഇംപ്രൂവ് എക്സിസ്റ്റിംഗ് അതേഴ്സ് ക്യാൻ പ്രൊവൈഡ് ലോങ് ടേം ബെനിഫിറ്റ്സ്. നമ്മുടെ നിലവിലുള്ള പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനോ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സയൻറ്റിസ്റ്റുമാരെയൊക്കെ ലാബിലൊക്കെ കുറേ പണമൊക്കെ മുടക്കി എക്സ്പീരിയൻസ് ഒക്കെ നടത്തി പുതിയ മോഡിഫിക്കേഷനും പരിഷ്കാരങ്ങളും ഡിസൈനും ഒക്കെ കൊണ്ടുവരും. പക്ഷെ അതിനുവേണ്ടി മുടക്കുന്ന പണം നഷ്ടമല്ല. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചറിലെ നമുക്ക് ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും മാർക്കറ്റിലെ കോമ്പറ്റീഷൻ നിലനിൽക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ആ മുടക്കുന്ന തുക ആ ഒരു വർഷം മുടക്കിയതാണെങ്കിലും അതിൻ്റെ പ്രയോജനം പിന്നീട് നമ്മൾ 10 കൊല്ലത്തേക്കാണ് പുതിയ പ്രോഡക്റ്റ് പുതിയ ഡിസൈൻ നമ്മൾ ഉപയോഗിക്കാൻ പോകണമെങ്കിൽ ആ 10 കൊല്ലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഡെഫേർഡാണ്. ഡെഫേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിലല്ല പല ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ ചെലവുകളെ മാറ്റിവെക്കപ്പെട്ട്, ഡെഫേർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റിവെക്കപ്പെട്ട് അത് മുറിച്ചാണ് അത് ചിലവായിട്ട് എഴുതുന്നത്. ആദ്യം അത് അസറ്റായിട്ട് കാണുന്നത്. These costs are deferred and written off over the period in which the new products or improvements are expected to generate revenue. ആ ന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ ഇംപ്രൂവ്മെന്റ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ കാലഘട്ടങ്ങളിലേക്കൊക്കെ ഗഡുക്കളായിട്ടാണ് അത് അതിൻ്റെ ചെലവ് എഴുതി തള്ളുകയുള്ളൂ, റൈറ്റ് ഓഫ് ചെയ്യുകയുള്ളൂ. പ്രിലിമിനറി എക്സ്പെൻസും ഇങ്ങനെ തന്നെയാണ്. Expenses incurred during the formation of a company such as legal fees and registration costs are considered as deferred revenue expenditure. കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് വരുന്ന ലീഗൽ ഫീസ്, രജിസ്ട്രേഷൻ ചാർജ്, ലൈസൻസ് ചാർജ് ഒക്കെ അടക്കേണ്ട എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചറിലേക്ക് എല്ലാ കാലത്തേക്കും കൂടിയാണ് രജിസ്ട്രേഷൻ ഫീസും ലൈസൻസ് ഫീസും ഒക്കെ അടക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് കമ്പനി ഉള്ള കാലത്തോളം കിട്ടും. തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് കുറേ കാലത്തേക്ക് ലോങ് ടൈമിലേക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിനൊക്കെ നമ്മൾ തൽക്കാലം അസറ്റായിട്ട് കണക്കാക്കുകയും അതിൻ്റെ ചിലവ് പല വർഷങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചിലവായിട്ട് എഴുതുകയും അല്ലാണ്ട് മുടക്കുന്ന ആദ്യത്തെ വർഷത്തിന് മുഴുവനും കൂടി അത് ചിലവായിട്ട് എഴുതുന്നില്ല, ഡെഫർ ചെയ്ത് വെക്കും. ആ എക്സ്പെൻസിനെ എഴുതാൻ പല കാലത്തേക്ക് അത് നീക്കി വയ്ക്കുക, പിന്നീടത്തേക്ക് നീക്കി വയ്ക്കുക എന്നാണ് ഡെഫർ ചെയ്ത് വെക്കുക എന്നർത്ഥം അർത്ഥം. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം നോക്കാൻ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എന്താണ് പറയണത് എന്നുള്ളതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് ഇൻവെന്ററി വാല്യുവേഷൻ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്ക് വാല്യുവേഷൻ എങ്ങനെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസ് ആണ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ സ്റ്റോക്ക് വാല്യുവേഷൻ എങ്ങനെ ചെയ്യണം. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കൊക്കെ എഴുതാറുണ്ട്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിനുള്ള ഒരു മാർഗ്ഗരേഖയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 നൽകുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ആൻഡ് ഡിക്റ്റേറ്റ്സ് വെൻ ദീസ് കോസ്റ്റ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് എക്സ്പെൻസസ്. അല്ലെ, ഈ കോസ്റ്റുകളൊക്കെ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി മുടക്കുന്ന പൈസയൊക്കെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നും ഇൻക്ലൂഡിംഗ് എനി റൈറ്റ് ഡൗൺസ് ടു നെറ്റ് റിയലൈസബിൾ വാല്യൂ. ദി സ്റ്റാൻഡേർഡ് മാൻഡേറ്റ്സ് ദാറ്റ് ഇൻവെന്ററീസ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. തീർച്ചയായിട്ടും മാർക്കറ്റ് പ്രൈസിലല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ കോസ്റ്റ് പ്രൈസിൽ റെക്കോർഡ് ചെയ്യുന്നത്. ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസ് തീർച്ചയായിട്ടും താഴ്ന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട് കോസ്റ്റ് നമ്മുടെ ബുക്ക് വാല്യൂവിനേക്കാൾ, കോസ്റ്റ് പ്രൈസിനേക്കാൾ. എങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതായത് മാർക്കറ്റ് പ്രൈസ് ആണോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആണോ ബുക്ക് വാല്യൂ ആണോ ഏതാണോ കുറവ് അതിലാണ് സ്റ്റോക്ക് വാല്യുവേഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. An accounting standard is a set of principles, procedures and guidelines that govern financial reporting and accounting practices. ഒരു കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഏതേത് പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സും ഗൈഡ് ലൈൻസും ആണ് പാലിക്കേണ്ടത് എന്ന് പൊതുവെയുള്ള എല്ലാ കമ്പനികൾക്കും ഒരു പൊതു മാനദണ്ഡം, ഒരു കോമൺ സ്റ്റാൻഡേർഡ് നൽകുന്നു. അതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 പറയുന്നത് ഇൻവെന്ററി വാല്യുവേഷനെ സംബന്ധിച്ചാണ്, അതായത് സ്റ്റോക്ക് വാല്യുവേഷനെ സംബന്ധിച്ചാണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി, സ്ഥിരതാ സ്വഭാവം ഉണ്ടാകും. കമ്പാരബിലിറ്റി, ഒരു ഫേമിൻ്റെ കണക്കും വേറൊരു ഫേമിൻ്റെ കണക്കും നമ്മൾ കമ്പയർ ചെയ്യാൻ സാധിക്കും. ട്രാൻസ്പാരൻസി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതായത് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകും എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് എന്താണ്? A statement of affairs is a document that outlines a company's financial position, including its assets, liabilities and capital. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും അതിൻ്റെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നിവയൊക്കെ അടക്കമുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വാസ്തവത്തിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഏതാണ്ട് അത് ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ശരിയാണ്, ബാലൻസ് ഷീറ്റിന്റെ മോഡൽ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഇരിക്കുന്നത്. സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന ചാപ്റ്ററിലാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിന്റെ കാര്യം. In single entry bookkeeping, a
statement of affairs is a financial statement that is summarizes a business assets and liabilities at a specific point of time. ഒരു ബിസിനസിന്റെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമിലെ അസറ്റ്സ് ലയബിലിറ്റീസ് ഇത് രണ്ടും അപ്പുറവും ഇപ്പുറവുമായിട്ട് എഴുതി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ടു ഡിറ്റർമൈൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നിശ്ചയിക്കാൻ തന്നെ, അതായത് ബാലൻസ് ഷീറ്റിന്റെ അതേ ജോലിയിൽ തന്നെ. എസ്പെഷ്യലി വെൻ ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ആർ ഇൻകംപ്ലീറ്റ്. ചിലപ്പോൾ സിംഗിൾ എൻട്രിയിൽ എല്ലാ സംഖ്യകളും സിംഗിൾ എൻട്രി ബുക്ക് കീപ്പർ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ടാവണമെന്നില്ല കൃത്യതയോടുകൂടി. അപ്പൊ പല കാര്യങ്ങളും അപൂർണമായിരിക്കും. ഈ അപൂർണ രേഖകളുള്ള സിംഗിൾ എൻട്രി ബുക്ക് കീപ്പറുടെ കണക്കൊന്ന് ശരിയാക്കണമെങ്കിൽ നമുക്ക് ഇല്ലാത്ത രേഖകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല, ചിലപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല. അങ്ങനെ ഓപ്പണിംഗ് ക്യാപിറ്റലോ ക്ലോസിംഗ് ക്യാപിറ്റലോ ഇല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിലെ ബാലൻസുകൾ തമ്മിൽ നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കിയതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കത് ബാലൻസിങ് ഫിഗർ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മളൊരു ബാലൻസ് ഷീറ്റിന്റെ മോഡലില് ഓപ്പണിംഗ് കാലഘട്ടത്തിലെ ബാലൻസ് ഷീറ്റാണ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ എന്താണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് അസറ്റ് സൈഡില് അസറ്റുകൾ എഴുതും, ലയബിലിറ്റി സൈഡില് ലയബിലിറ്റീസ് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എന്നിട്ട് ഇവിടെ ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് എത്രയാണോ എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റീസ് എന്നുള്ളത് നമുക്ക് ഈ ക്യാപിറ്റലായിട്ട് ബാലൻസ് ഫിഗർ ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ ലയബിലിറ്റി സൈഡിൽ ഇവിടെ അസറ്റ് ലയബിലിറ്റി എന്ന രീതിയിലല്ല സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്, എങ്കിൽ കൂടി അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് തന്നെയാണ് ഹെഡിങ്, അല്ലാണ്ട് ബാലൻസ് ഷീറ്റ് അല്ല. ഫോർമാറ്റാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് ഇയറിലാണ് ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും സംഖ്യകൾ വർഷാവസാനത്തിലേതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഇതേപോലെ തയ്യാറാക്കിയാൽ ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടുന്നത് ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനും ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് നമ്മളെ സഹായിക്കും. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്ന് 1 മാർക്കിന് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഇത് തന്നെ 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരുന്നാൽ എഴുതാമെന്നുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഇനി എന്താണ് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്നതാണ് അടുത്ത ചോദ്യം. അത് നമ്മൾ ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ഇടപാടിലാണ് വരുന്നത്. അതായത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് റെഫേഴ്സ് ടു ക്യാഷ് ദാറ്റ് ഹാസ് ബീൻ സെൻഡ് ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ക്യാഷ് അയച്ചു, പക്ഷേ അപ്പുറത്ത് അത് കിട്ടിയിട്ടില്ല, ഇവിടുന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ കയ്യിലും ഇല്ല, അവരുടെ കയ്യിലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കണക്ക് നമ്മൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാണ് എഴുതുക. ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത്. ഇൻ ബ്രാഞ്ച് അക്കൗണ്ടിങ് ഇറ്റ് റെപ്രസെന്റ്സ് ക്യാഷ് സെൻഡ് ബൈ ദ ബ്രാഞ്ച് ടു ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് അപ്പോഴുള്ള ക്യാഷ് അയക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിലേക്ക് അയക്കുന്നു. പക്ഷേ ഇത് അവിടെ എത്തിയിട്ടുമില്ല, എന്നാൽ ഇവിടെ നിന്ന് അയക്കുകയും ചെയ്തു. ഈ സിറ്റുവേഷൻ in branch accounting, cash in transit refers to cash sent from a branch to the head office that has not been yet received by the head office. പക്ഷേ ഇതുവരെയും ഹെഡ് ഓഫീസിൽ അത് കിട്ടിയിട്ടുമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്, ഡിസംബർ 31 അല്ലെങ്കിൽ മാർച്ച് 31 അക്കൗണ്ടിംഗ് പീരീഡ് അവസാനിക്കുന്നത്. എന്നാൽ ഈ ലാസ്റ്റ് ദിവസം അയച്ച ക്യാഷ് ഇവിടെ നയിക്കുകയും ചെയ്തു, എന്നാൽ അവിടെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള സമയത്ത് ആ ക്യാഷിന് നമ്മൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാണ് കണക്കിൽ കാണിക്കുക. ദിസ് ഒക്കേഴ്സ് വെൻ എ ബ്രാഞ്ച് റെമിറ്റ്സ് ക്യാഷ് ടു ദ ഹെഡ് ഓഫീസ്. ഒരു ബ്രാഞ്ച് ഹെഡ് ഓഫീസിലെ ക്യാഷ് റെമിറ്റ് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ബട്ട് ദി ഫണ്ട്സ് ആർ സ്റ്റിൽ സ്പെസിഫിക്കലി മൂവിങ് ബിറ്റ്വീൻ ലൊക്കേഷൻസ്. ഫണ്ട് പക്ഷേ എന്ത് ചെയ്യുന്നു, ഈ ബ്രാഞ്ച് ഇരിക്കുന്ന ലൊക്കേഷനും ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ലൊക്കേഷനും ഇടയിൽ ഫിസിക്കലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഇല്ല, അവിടെയും ഇല്ല. ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയും ചെയ്തു, എന്നാൽ അവിടോട്ട് എത്തിയിട്ടുമില്ല. ഈ അവസ്ഥ ഇപ്പം ചിലപ്പോൾ ബാങ്ക് വഴിയായിരിക്കാം, ചിലപ്പോൾ കൊറിയർ വഴിയായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഹാവൻഡ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ ദ ഹെഡ് ഓഫീസ് ബാങ്ക് അക്കൗണ്ട്. ഹെഡ് ഓഫീസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റഡ് ആയിട്ടില്ല ബൈ ദ അക്കൗണ്ടിംഗ് പീരിയഡ്സ് അക്കൗണ്ടിംഗ് പീരീഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോലും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻ ഷോർട്ട് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ഈസ് എ ടെമ്പററി ഡിഫറൻസ് ഇൻ ദ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ദാറ്റ് അറൈസസ് ഡ്യൂ ടു ദ ടൈം ലാഗ് ഇൻ ദ ഫിസിക്കൽ ട്രാൻസ്ഫർ ഓഫ് എ ക്യാഷ് ബിറ്റ്വീൻ ദ ബ്രാഞ്ച് ആൻഡ് ദ ഹെഡ് ഓഫീസ്. ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിൽ സാധനങ്ങൾ അയക്കുന്നതിന്റെ ഇടയ്ക്ക്, ക്യാഷ് അയക്കുന്നതിന്റെ ഇടയ്ക്ക് ഉള്ള ടൈം ലാഗ് കൊണ്ട് ഇവിടെയും ഇല്ല അവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ആൻഡ് ഇറ്റ് നീഡ്സ് ടു ബി പ്രോപ്പർലി റിക്കൺസൈൽഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. വർഷാവസാനത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്യാഷ് ഉണ്ടായിട്ട് ഇത് ഇവിടെ നയിക്കുകയും ചെയ്തതെന്ന് ഇവിടെ കിട്ടിയിട്ടില്ല, ഇത് ശരിയാണോ എന്ന് ഒത്തുനോക്കി ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്, റിക്കൺസിലിയേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റൊരു ചോദ്യം ഷോർട്ട് വർക്കിംഗ് ആണ്. ഇത് റോയൽറ്റി എന്ന അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലാണ്. ഇൻ റോയൽറ്റി അക്കൗണ്ടിംഗ് ഷോർട്ട് വർക്കിംഗ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ബൈ വിച്ച് ദ മിനിമം റെന്റ് സ്റ്റിപ്പുലേറ്റഡ് ടു എ പീരിയഡ് എക്സീഡ്സ് ദ ആക്ച്വൽ റോയൽറ്റി. പറഞ്ഞു വെച്ചിരിക്കുന്ന മിനിമം റെന്റ്, അതായത് ഓണർക്ക് കോൺട്രാക്ടർ കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന മിനിമം റെന്റ് ആക്ച്വൽ റോയൽറ്റിയേക്കാൾ കൂടുതലായിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പൈസ ഷോർട്ടേജ് വരും, അത് അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ കോൺട്രാക്ടർ ലെസ്സി ആർക്ക് കൊടുക്കേണ്ടി വരും? ലെസ്സർക്ക്, അതായത് ഓണർക്ക് കൊടുക്കേണ്ടി വരും.
അതാണ് റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷോർട്ട് വർക്കിംഗ്സ് എന്ന് പറയുന്നത്, ഷോർട്ട് വർക്കിംഗ്സ് ആർ ഓഫൺ റിക്കവറബിൾ ഇൻ ഫ്യൂച്ചർ പീരീഡ്സ്. പലപ്പോഴും ഇങ്ങനെ കൈനഷ്ടം വരുന്ന പൈസ പിന്നീട് റിക്കവറബിൾ ആണ് എന്നതാണ് പ്രത്യേകത.